ഹായ് സെമുവ. അപ്പോൾ നമ്മളൊരു ഹോം ടൂർ എടുക്കാൻ വിചാരിച്ച് അതിൻ്റെ ഒരു വ്ളോഗ്. ഓക്കെ, ഇത് നമ്മുടെ അപ്പാർട്ട്മെൻ്റ് ആണ്. അവിടേക്ക് പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. കുറേ മരങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് കുറേ കാറൊക്കെ പാർക്ക് ചെയ്യും. പിന്നെ ഇതാണ് നമ്മുടെ ബിൽഡിങ്. ഇവിടുന്ന് നോക്കുകയാണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പേരാണ് ഡീറിച്ച് എക്സിക്യൂട്ടീവ് സ്യൂട്ട്സ്. ഇതിന് 2 ബ്ലോക്കാണ് ഉള്ളത്. ഒന്ന് ബ്ലോക്ക് എ, ഒന്ന് ബ്ലോക്ക് ബിയും. പിന്നെ ഈ അപ്പാർട്ട്മെന്റിന് ഏകദേശം ഒരു 18-20 ഫ്ലോർ ഉണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ കയറാനുള്ള സ്ഥലം. പിന്നെ റെസിഡൻസിനാണ് ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. AI ക്യാമറ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. വിസിറ്റർ ആണെങ്കിൽ ലൈസൻസ് കാർഡ് കൊടുക്കേണ്ടി വരും. ഇവിടെ നിന്ന് നമുക്ക് പാർക്കിങ്ങിലേക്കുള്ള വഴിയാണ്. കുറെ പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ. നമ്മുടെ പാർക്കിംഗ് ഫ്ലോർ ആണ് 6ാമത്തെയാണ്. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ. പിന്നെ ഇവിടേക്ക് തുറക്കണമെങ്കിൽ നമുക്ക് കീ കാർഡ് വേണം. പ്രസ് ചെയ്തിട്ട് അങ്ങനെ തുറന്നു പോവാം. പിന്നെ ഇതിൽ 3 ലിഫ്റ്റ് ഉണ്ട്. ഒന്ന് സർവീസും പിന്നെ 2 സാധാ ലിഫ്റ്റുമാണ്. പിന്നെ ഇവിടത്തെ ഈ പുറത്തത്തെ ഈ കാര്യങ്ങളൊക്കെ കാണാൻ അടിപൊളി തന്നെയാണ്. നമ്മളെ ഫ്ലോർ 3ാമത്തെയാണ്. ഇതാണ് 3ാമത്തെ ഫ്ലോറിലുള്ള കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ റൂം A304. ഓക്കെ, അപ്പൊ ഗായ്സ് ഇവിടെ നിങ്ങൾ ഡോറ് തുറക്ക. അപ്പോൾ ഈ സ്ഥലത്തായിട്ട് ചെരുപ്പൊക്കെ വെക്കാം. പിന്നെ അതുമാത്രമല്ല ഇവിടെ ഡോറുണ്ട്. അതൊന്ന് തുറന്ന നമ്മുടെ റൂമാണ്. ഇതാണ് നമ്മുടെ ഹാൾവേ കാര്യങ്ങളൊക്കെ. ഞാൻ ആദ്യം ലൈറ്റ് ഓൺ ആക്കട്ടെ. ഓക്കെ, പിന്നെ ഈ ഭാഗത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് കാറ്റും, ചെറുതായിട്ടൊക്കെ ഉള്ളത്. പിന്നെ ഇതാണ് ഹാൾവേ. ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ടേബിള്. അപ്പുറത്ത് കിച്ചണും ഉണ്ട്. ഈ ഭാഗത്തായിട്ട് വലിയ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കിച്ചൺ റൂമിലേക്ക് പോവാണെങ്കിൽ ഇവിടെ സിങ്ക് കാണാം. മേലെ കുറേ സാധനങ്ങൾ എടുത്തേക്കാം. 2 സ്റ്റൗ ഉണ്ട്. പിന്നെ ഒരു വുഡൻ ഓഫ് ഉണ്ട്. പിന്നെ അപ്പുറത്ത് വാഷിംഗ് മെഷീനും ചൂലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഓരോ പ്രത്യേകതകൾ. പിന്നെ ഈ ഭാഗത്തായിട്ട് എൻ്റെ കീബോർഡും ഞാൻ പിന്നെ പാട്ട് പാടാൻ വെച്ച ഓരോ സംഭവങ്ങളുണ്ട്. പിന്നെ ഇപ്പുറത്തായിട്ട് 2-3 ചിത്രങ്ങളുണ്ട്. നമ്മുടെ ഈ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഭാഗമാണ് ഒരു ബെഡ്റൂം ഉണ്ട്. അതെൻ്റെതാണ്. ഞാൻ എപ്പോഴും കിടക്കാറുള്ളതാണ്. ഞാൻ കുറേ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. എന്താല്ലേ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ബെഡ്റൂമിൻ്റെ പ്രത്യേകത. വേറെ ഒരു ഹൈലൈറ്റ് എന്താ വിചാരിച്ചാൽ നമ്മുടെ ഈ കർട്ടനൊക്കെ മാറ്റുകയാണെങ്കിൽ നമുക്ക് നല്ല മനോഹരമായ പുല്ലും പച്ചപ്പൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഗൈസ്. ഇതാണ് എൻ്റെ റൂം. ഇനി നേരെ ഫസ്റ്റ് ടോയ്ലറ്റിലേക്ക് പോവാ. ഇതാണ് ഹോൾവേയിലെ അടുത്തുള്ള ഒരു ടോയ്ലറ്റ്. ഇവിടേക്ക് വേണമെങ്കിൽ കുളിക്കണമെങ്കിൽ നമുക്ക് ഡോറ് തുറന്നിട്ട് അടയ്ക്കണം, എന്നാലേ കുളിക്കാൻ പറ്റൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെന്താ, ഈ ഭാഗത്ത് സിങ്ക്, പിന്നെ കണ്ണാടി കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതാണ് നല്ല ബെഡ്റൂം. നല്ല കംഫോർട്ടബിൾ ആണ് ബെഡ്റൂമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ. അതുമാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ചാർജറും സ്പീക്കറും ഉണ്ട്. പിന്നെ വലിയ അലമാരയുണ്ട്. എൻ്റെ റൂമിനായിട്ടും വലിയ അലമാരൊക്കെയാണ്. കുറേ ഡ്രസ്സും അല്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തേക്കാം. പിന്നെ ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ വലിയ നീണ്ടിട്ടുള്ളൊരു മിററുണ്ട്. വാവ്, ഏതാല്ലേ, നല്ല ഫർണിച്ചറൊക്കെ ഉള്ളൊരു മിറർ. പിന്നെ ഇവിടെ ബെഡ്റൂമിൽ തന്നെ ഒരു ബാത്റൂം ഉണ്ട്. ആദ്യത്തെ ബാത്റൂം പോലെ തന്നെ ഗ്ലാസ് ഡോറാണ്. നമ്മളെ തുറന്നിട്ട് അടച്ചിട്ട് ഷവറിൽ കുളിക്കുക. പിന്നെ ഇതില് ആദ്യത്തെ ബാത്റൂമിനെ കാട്ടിൽ കുറച്ച് വലിയ കണ്ണാടിയാണ് കേട്ടോ. ഏതാ,
പിന്നെ ഇപ്പുറത്തായിട്ട് ചെറിയൊരു പൂക്കള പോലത്തെ സംഭവം. ഇത് പാൻട്രി ഡോറാണ്. ഇതിലാണ് കുറെ ജാമ്പവം കാലത്തെ ഓരോ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത്. വേണമെങ്കിൽ പണ്ട് ഓണറിന്റെ ഓരോ സാധനങ്ങളും നമ്മുടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ടൈലറിങ് മെഷീനും ബാഡ്മിന്റന്റെ സംഭവവും പിന്നെ തുണിയും അതിന്റെ കൂടെ വാക്യൂം ക്ലീനർ ഒക്കെ ഉണ്ട്. പിന്നെ ഇത് തുറക്കുകയാണെങ്കിൽ നമ്മുടെ ബാൽക്കണി ഉണ്ടാവും. അതിൽ കുറെ വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ നല്ല സുഖം തന്നെയാണ്. കുറച്ച് ശാന്തതയാണ്. അതിന്റെ കൂടെ കുറെ വണ്ടികളൊക്കെ പോവും. അതൊന്നും നമ്മൾ കാര്യമാക്കാറില്ല. ആ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പുഴ കാണാം, അല്ലാത്ത കാര്യങ്ങൾ കാണാം. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്. ഇതാണ് മൾട്ടിപർപ്പസ് ആണ്. ഇതേ പരിപാടിക്ക് ഉണ്ടായ ഇവിടുന്ന് ചിലപ്പോ ഒക്കെ ആഘോഷിക്കാറുണ്ട്, കുറവാണ്. പിന്നെ ഇതാണ് ജിമ്മ്. നമ്മുടെ അപ്പാർട്ട്മെന്റിലെ ജിമ്മാണ്. ഇതൊക്കെയാണ് ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ട് അല്ലേ. പിന്നെ ഇവിടത്തെ പോയാണ് ബാഡ്മിന്റൺ കോർട്ടാണ്. അത് 4ാമത്തെ നിലയിലാണ്. പിന്നെ ജിമ്മാണ് 2ാമത്തെ നിലയാണ്. അത് പറയാൻ ഞാൻ വിട്ടുപോയതാണ്, സോറി. അപ്പൊ പിന്നെ ഇതാണ് നമ്മുടെ ബാഡ്മിന്റൺ. നമ്മുടെ ബിൽഡിങ്ങിലെ ബാഡ്മിന്റൺ ആണ്. കുറെ ഫാൻ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ബാഡ്മിന്റൺ കളിക്കാറുള്ളത്. വലിയ സ്പേസ് ആണ്. പിന്നെ 7ാമത്തെ നിലയിലാണ് കുറച്ച് സ്വിമ്മിംഗ് പൂളും കുറെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് കുറെ മരവും അല്ലാത്ത പുല്ലും ചെടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് അത്. പിന്നെ ഇവിടെ ആയിട്ട് നടക്കുന്ന ഒരു പാതയുണ്ട്. എന്താ അല്ലേ, ഈ പച്ചപ്പിലൂടെ നമുക്കിങ്ങനെ നടക്കുമ്പോ ഒരു ഫീല് കിട്ടൂലേ, അത് വേറെ ലെവലാണ് മോനെ. പിന്നെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് നല്ല സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വ്യൂ കാണാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് കല്ലൊക്കെ ഉണ്ട്, നടക്കാൻ പറ്റിയ നല്ല കല്ലുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് സിമ്പിൾ. കണ്ടാ വിചാരിക്കും ആഴൊന്നും ഇല്ലാത്തതാണ്, പക്ഷെ ഇച്ചിരിയൊക്കെ ആഴം കൂടുതലാണ് കേട്ടോ. കുറച്ചാൾക്കാരൊക്കെ നീന്താൻ വേണ്ടി ഇങ്ങോട്ട് വരും. പിന്നെ ഈ വഴി പറയാണ് നമ്മുടെ 7ാമത്തെ നിലയിലെ പ്ലേ ഗ്രൗണ്ടിലേക്കുള്ള വഴിയാണ്. ചില സമയത്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലേ ഗ്രൗണ്ട്. ഇങ്ങനെ കുറെ ആൾക്കാരൊന്നും വരാറില്ല, കുറവാണ്. പിന്നെ സ്കൈ ലോഞ്ച് 15ാമത്തെ നിലയിലാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് സ്കൈ ലോഞ്ച് പോവാണെങ്കിൽ അടിപൊളിയാണ്. ഇത് രാത്രി എടുക്കാനാണ് സൂപ്പർ, കാരണം രാത്രിയാണ് ഒരു വൈബ് ഫീൽ കിട്ടുക അല്ലേ. പിന്നെ ഇവിടെ കുറെ ലൈറ്റ് ഉണ്ട്, ടേബിൾ ഉണ്ട്, കസേര ഉണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് കുറെ സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കാണുമ്പോൾ വേറെ ലെവൽ തന്നെയാണ്. കുറെ ലൈറ്റും കാര്യങ്ങളൊക്കെ സ്മൂത്താണ്. പിന്നെ ഇപ്പുറത്ത് ചിത്രമുണ്ട്, ലൈറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കാണുമ്പോ മോനെ വാ, സ്വർഗം തന്നെ അല്ലേ. ഇപ്പുറത്തെ ആ ഭാഗത്താണ് സിംഗപ്പൂരാണ്. അത് പകല് കണ്ടാൽ മാത്രം മനസ്സിലാവും കേട്ടോ. പിന്നെ ഇതാണ് ഇതിന്റെ ഫുള്ളായിട്ടുള്ള വ്യൂ. ഇവിടെ ഇച്ചിരി ഇരുട്ടാണ് കേട്ടോ. ചില ഭാഗത്ത് നല്ല വെളിച്ചുണ്ടാവും, ചില ഭാഗത്ത് കുറച്ച് ഇരുട്ടും കൂടിയാണ്. ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ കാണാണെങ്കിൽ വേറെ വൈബാണ് കേട്ടോ. നല്ല ഫുള്ളായിട്ട് ഒരു സിറ്റി തന്നെ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റൂ 15ാമത്തെ നിലയിൽ പോവാണെങ്കിൽ. പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് കുറെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇരുട്ടായത് കാരണം കുറെ മരങ്ങളും കാരണമാണ്. ഓക്കെ, എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ ഒരു അഭിപ്രായം പറയാം. ഓക്കെ, പിന്നെ ഇവിടെ
നോക്കുകയാണെങ്കിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ സ്കൈ ബ്രിഡ്ജ് ആണ്. ഇവിടെ നമുക്ക് ടവർ ബിയിലേക്ക് പോകാൻ പറ്റും. ഏതല്ലേ പിന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ടും കാണാം കാഴ്ചകള്. നോക്ക്, അവിടെ പടക്കൊക്കെ പൊട്ടിക്കുന്നുണ്ട്. എന്തൊരാഘോഷാണെന്നാ തോന്നുന്നത്. ഇവിടെ കാണുകയാണെങ്കിൽ രണ്ടെണ്ണമായിട്ട് കാഴ്ചകൾ കാണാം. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഓക്കെ, ബൈ.